ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മപ്പാസാണ്. വെണ്ടയ്ക്ക പാൽക്കറി എന്നും പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇടാം. ആദ്യം കടുകും എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണക്കമുളക് ഇട്ടു. അതിനുശേഷം സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്ര ഇട്ട് നന്നായി വഴന്നതിന് ശേഷം ബാക്കി നമ്മൾ വെണ്ടയ്ക്കയും തക്കാളി മപ്പാസാണെന്ന് കറി വയ്ക്കുന്നത്. നമ്മൾ വെണ്ടയ്ക്കയും തക്കാളി മപ്പാസ് നമ്മളതിന് വെണ്ടയ്ക്കയും തക്കാളി ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളി ഇട്ടു കൊടുക്കും. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വഴന്നിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. വെണ്ടയ്ക്കയും തക്കാളി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചമണം പോകുന്ന വരെ ഇളക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നര മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നമുക്ക് പുളി കുറവാണെങ്കിൽ ലേശം വിനാഗിരി വേണ്ടവർക്ക് ഒഴിച്ച് കൊടുക്കാം. അതല്ല പുളി കുറച്ച് മതിയെങ്കിൽ തക്കാളിയുടെ പുളി മാത്രം മതിയാവും. ഇതിലേക്ക് നമുക്ക് ലേശം വിനാഗിരി കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി വെണ്ടയ്ക്ക മപ്പാസ് റെഡി. ലേശം വിനാഗിരി ചെറുതായിട്ട്, തക്കാളിയുടെ പുളി പോരാത്തതുകൊണ്ട് ലേശം വിനാഗിരി കൊണ്ട് ഒഴിച്ചു. പുളി വേണ്ടാത്തവർക്ക് ഒഴിക്കണ്ട. പുളി ലേശം വേണമെങ്കിൽ കുറച്ച് വിനാഗിരി, ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.